വേനലും ചൂടും കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് ഇതുപോലൊരു വത്തക്കയുടെ കഷ്ണം ഒരു കോട്ടന്റെ പീസും പൊക്കി പിടിച്ചാണ്ട് കുറേ ആൾക്കാർ വരും. എന്നിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് ഇതിങ്ങനെ അമർത്തിയിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരും. ഇതിലിങ്ങനെ ഒരു ചോപ്പ് സ്റ്റെയിന് കാണുന്നുണ്ട്. അത് ക്ലിയർ ആകുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലൊരു ചോപ്പ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വത്തക്ക കഴിക്കാൻ പാടില്ല. എറിത്രോസിൻ ബി പോലെയുള്ള ഫുഡ് കളറിങ് ഏജൻസി ഇഞ്ചക്ട് ചെയ്തിട്ട് കുത്തി വെച്ചിട്ട് വരുന്ന വത്തക്കകളാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് പേടിപ്പിക്കും. അപ്പോൾ ഇതും കണ്ട് കുറേ പാവങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടും വത്തക്ക കഴിക്കാതിരിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ കണ്ട പോലെ ചെറിയ രീതിയിൽ റെഡ് സ്റ്റെയിൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഫുഡ് കളറിങ് ഏജൻസ് കുത്തിവെച്ചിട്ടുണ്ടെന്ന് യാതൊരു അർത്ഥമില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല സ്ഥലത്തു നിന്നായിട്ട് ഞാൻ വത്തക്ക കളക്ട് ചെയ്തിട്ടും കൃഷി സ്ഥലത്ത് നിന്ന് നേരിട്ട് എടുത്തിട്ടും വത്തക്കകളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ചെറിയ റെഡ് സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ പരക്കാൻ കാരണം ചിലപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോലും ഇതുപോലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കാണിക്കുന്ന നല്ല ചുവപ്പ് കളറുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടുന്ന പോലെ ചെറിയ രീതിയിലുള്ള റെഡ് സ്റ്റെയിനിന്റെ കാര്യമല്ല അതിൽ പറയുന്നത്. പക്ഷെ ഇത് ഒരു മുതൽക്കൂട്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ട് തെറ്റിദ്ധാരണകൾ ഒരുപാട് പേര് പരത്തുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എല്ലാം വിട്ടുമാറി എന്ന് വത്തക്ക കഴിക്കുക. കാരണം ഈ വേനൽക്കാലത്ത് കഴിക്കാവുന്നതിൽ ബെസ്റ്റ് ഫ്രൂട്ടാണ് വത്തക്ക. എൻ്റെയും കൂടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. കാരണം ഇതിൽ 90% മേലെയും വെള്ളത്തിന്റെ അംശമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വിറ്റാമിനുകളും മിനറൽസും പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടും കൂടെയാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ B1, വൈറ്റമിൻ B5, B6, വൈറ്റമിൻ സി, പിന്നെ അതുപോലെ തന്നെ ലൈക്കോപ്പിൻ, ബീറ്റാ കരോട്ടിൻ പോലെയുള്ള ആന്റി ഓക്സിഡൻസ്, പിന്നെ അതുപോലെ തന്നെ സിട്രുലിൻ പോലെയുള്ള അമിനോ ആസിഡ്സ്, ഫൈബേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അയേൺ പോലെയുള്ള മിനറൽസ് ഒക്കെ അടങ്ങിയ വളരെ നല്ലൊരു ഫ്രൂട്ടും കൂടെയാണത്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാവുന്നതിൽ ബെസ്റ്റ് ഫ്രൂട്ടും കൂടെയാണത്. പിന്നെ ഇതിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏതിലാ മഴ ഇല്ലാത്തത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ചുവന്ന കളർ ഉണ്ടെങ്കിൽ, ചെറിയ റെഡ് സ്റ്റെയിൻ്റെ കാര്യമല്ല പറയുന്നത്, നല്ല ചുവപ്പ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൂചി വെക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നമ്മുടെ പച്ച കളറിന്റെയും ചുവന്ന കളറിന്റെയും ഇടയിലുള്ള ഈ വൈറ്റ് പോർഷനിൽ ഇതുപോലെ കളർ പരന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് തണ്ടുള്ള ഭാഗമല്ല, മറ്റേ ഭാഗമാണ്. അപ്പൊ തണ്ടിന്റെ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ നല്ല ഉണക്കം വന്നിട്ടുണ്ടെങ്കിൽ, തണ്ടിന്റെ ഭാഗം നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നല്ല ഉണങ്ങിയ ശേഷം പഴുപ്പായ ശേഷം പറിച്ചാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല നല്ല രീതിയിൽ പച്ചയാണെങ്കിൽ നമുക്ക് അതും ഉണങ്ങാതെ പറിച്ചതാണെന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടേസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക, അതായത് മെഡിസിനൽ ആയിട്ടുള്ള എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നുള്ളത് ഇത് കഷ്ണം മുറിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിലെ കളറ് വെള്ളത്തിലും കൂടെ അലിഞ്ഞ് വെള്ളത്തിൽ സ്പ്രെഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വത്തക്ക വാങ്ങുമ്പോൾ എപ്പോഴും മുറിച്ച് വാങ്ങാതെ പൂർണ്ണമായിട്ട് മൊത്തമായിട്ട് വാങ്ങി വെക്കുക. അതാകുമ്പോൾ നമുക്ക് 3-4 ദിവസം നമുക്ക് സൂക്ഷിക്കാം, വീട്ടിൽ മുറിക്കാതെ സൂക്ഷിച്ച് വെക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വത്തക്കയുടെ ഭാഗത്ത് നിന്ന് ഫ്രോത്തിങ് അഥവാ പത പോലെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വാങ്ങുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പല സമയങ്ങളിലും നമുക്ക് അതിൻ്റെ പുറത്ത് ചെറിയ രീതിയിൽ അതായത് ആ കുത്തിയ മാർക്ക് നമ്മൾ കാണാറുണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇതുപോലെ പത ഉണ്ടെങ്കിലും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോ സാധ്യതകൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരെ ഇക്കാര്യം അറിയിക്കുക. അപ്പോൾ ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതും കണ്ട് പേടിച്ചിട്ട് വത്തക്ക കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.